ക്രിസ്തു ശിഷ്യൻ മാർ തോമസ് ശ്ലീഹായാൽ AD 52 സ്ഥാപിതമായ വടക്കംപറവൂർ കോട്ടയ്ക്കാവ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ തോമസ് ശ്ലീഹായുടെ 1954 ദുഃഖാന തിരുനാളിന് കൊടികയറി. വികാരി ഫാദർ സെബാസ്റ്റ്യൻ വടക്കുംപാടൻ ആശീർവദിച്ച് കൊടികയറ്റം നടത്തി. ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കണമേ. ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. തിരുനാളിന് മുന്നോടിയായി പറവൂർ സെന്റ് ജെർമെയിൻസ് പള്ളിയിൽ നിന്നും കോട്ടയ്ക്കാവ് പള്ളിയിലേക്ക് ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടെ പതാക പ്രയാണം നടത്തി. ഫാദർ ജെറി ഞാളിയത്ത് ആശീർവദിച്ച് ഫ്ലാഗ് ഓഫ് ചെയ്തു. വിശ്വാസികൾ ഈ വാഹനത്തിന് പിന്നാലെ പറവൂർ സെന്റ് തോമസ് കോട്ടയ്ക്കാവിലെ ജൂലൈ 3-ാം തീയതി നടക്കുന്ന തിരുനാളിന് മുന്നോടിയായി നടത്തുന്ന ഈ വാഹന പ്രസരണ ജാഥയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് ദിവ്യബലിയും വചനപ്രഭാഷണം, നൊവേന എന്നിവയും നടക്കുകയുണ്ടായി. കുടുംബവും കുടുംബവും പഞ്ഞിക്കാരൻ അഖിൽ ജോസ്, കൂരൻകുണ്ടത്തറ തോമസ് കുടുംബവും സെന്റ് തോമസ് ഫാമിലി വികാരി ഫാദർ സെബാസ്റ്റ്യൻ വടക്കുംപാടൻ തിരുനാൾ വിശേഷങ്ങൾ പങ്കുവച്ചു. മാർ തോമസ് ശ്ലീഹായാൽ സ്ഥാപിതമായ പറവൂർ കോട്ടക്കാവ് ഫൊറോന പള്ളിയുടെ 1954 ദുഃഖാന തിരുനാൾ ആഘോഷിക്കുവാനുള്ള ഒരുക്കത്തിലാണ്. അതിൻ്റെ കൊടിയേറുന്നത് ഇന്നാണ്. ഇവിടത്തെ ഇടവക ജനങ്ങളും ഈ പ്രദേശത്തെ എല്ലാവരും ആ ഒരു ഒരുക്കത്തിലാണ് നിൽക്കുക. ഏകദേശം 13,000 ആളുകൾക്ക് നേർച്ച ഭക്ഷണവുമായിട്ടാണ് അന്ന് ഒരുക്കുക. ഈ തിരുനാൾ ദിനത്തിൽ നൊവേനകൾ 23-ാം തീയതി തുടങ്ങി ഇന്ന് കൊടിയേറുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഇതിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നത്. നമുക്കറിയാം, തോമസ് ശ്ലീഹ തെളിയിച്ചു തന്ന ഈ ദീപം അണയാതെ കാത്തു സൂക്ഷിക്കുക. എന്തുമാത്രം സ്നേഹമായിരുന്നു തോമസ് ശ്ലീഹായ്ക്ക് ഈശോയോട് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് മറ്റ് ശിഷ്യന്മാർക്കൊക്കെ ഈശോ പ്രത്യക്ഷപ്പെട്ടതെന്ന് പറഞ്ഞപ്പോൾ തോമസ് ശ്ലീഹയുടെ വലിയൊരു ആഗ്രഹമാണ്, എനിക്ക് കാണണം, എനിക്ക് ആ പാർശ്വത്തിലൊന്ന് കൈവയ്ക്കണം.
ആ മുറിവുകളൊന്നും എനിക്കിന്ന് കാണണം. അത് വലിയൊരു വാശിയായിരുന്നു. പക്ഷേ അന്ന് തോമാസ് ലീഗ ആ വിശ്വാസത്തോടുകൂടെ ചോദിച്ചത് ഈശോനാഥൻ ആ വാശിക്ക് മുമ്പിൽ വരികയാണ് ചെയ്യുന്നത്. അത് നമുക്ക് നന്നായി. കാരണം നമുക്ക് അതുകൊണ്ട് ഒരു സംശയമില്ലാതെ പറയാൻ സാധിക്കും, ഈശോ ഉയർത്തെഴുന്നേറ്റ് വന്നു. തോമാസ് ലീഗ അതാണ് നമുക്ക് വേണ്ടി നൽകിയ ഏറ്റവും വലിയ കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും നമ്മളും ഭാഗ്യവാന്മാരാ. നമ്മുടെ ഈ പൂജ്യപ്പെട്ട മണ്ണില് തോമാസ് ലീഗ വരികയും വിശ്വാസം പ്രഖ്യാപിക്കുകയും ചെയ്തു. നമ്മളൊക്കെ ആ നാടിന്റെ മക്കളാണ് എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവരെയും തിരുനാളിനെ ക്ഷണിക്കുന്നു. തോമാസ് ലീഹായിലൂടെ നമുക്ക് വളരെയധികം അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് ഈശോയിൽ നിന്ന് കിട്ടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമൂഹ മാമോദീസയും എല്ലാം ഉണ്ട്. അതിനെല്ലാം നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജൂലൈ 3 വെള്ളിയാഴ്ചയാണ് പ്രധാന തിരുനാളും നേർച്ച സദ്യയും. രാവിലെ 9 സമൂഹ മാമോദീസായും നവീകരണവും, തുടർന്ന് തിരുനാൾ കുർബാന, പ്രദക്ഷിണം, നേർച്ച സദ്യയും. സഹവികാരി ഫാദർ സിറിൽ പാലക്കൽ, ജനറൽ കൺവീനർ ജോണി ചാക്കോ കൈതാരൻ, കൈക്കാരന്മാരായ ബിനോയ് ആൻഡ്രൂസ് റാമ്പിക്കൽ, ജോയ് തോമസ് മാഞ്ഞൂരാൻ, വൈസ് ചെയർമാൻ റോയ് ആലപ്പാട്ട് എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ നേതൃത്വം നൽകുന്നു. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.